أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله. സ്നേഹം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ SIOവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഹോദരൻ അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ, പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിച്ച ജമാൽ പാനായിക്കുളം, മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച സഹോദരൻ അമീൻ ഹസൻ, അതുപോലെ വേദിയിലിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ട നേതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജുഡീഷ്യൽ കർസേവകൾക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെ തെരുവൊരുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SIO സംസ്ഥാന കമ്മിറ്റി ഈ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥി റാലിയുടെയും പൊതുസമ്മേളനത്തിൻ്റെയും സമാപനത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഗത ഭാഷണം മുതൽ നേരത്തെ അവസാനിച്ചിട്ടുള്ള മുഖ്യപ്രഭാഷണത്തിൽ വരെ നിലവിലൊരു സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഇത്തരത്തിൽ മൂർച്ചയേറിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിനെ സജീവമായി നിലനിർത്തിക്കൊണ്ട് പ്രക്ഷോഭങ്ങളിലൂടെ മുന്നോട്ടു പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സവിസ്തരം തന്നെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഈ പരിപാടിയുടെ ഒരു സമാപനത്തിലേക്ക് കടക്കുന്ന സമയത്ത് കുറഞ്ഞ കാര്യങ്ങൾ കൂടി ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മളുടെ ബോധ്യങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇത് ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ ഏതൊക്കെയോ നിലയിൽ ഏറ്റെടുത്തു എന്ന് നമ്മൾ കരുതുന്ന, നമ്മളുടെ ബാധ്യതയായി പടച്ചവൻ നമ്മളെ ഏൽപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനിന്റെ ഇഖാമത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് കേവലം ഒരു സാമൂഹിക രാഷ്ട്രീയ വിഷയമായിട്ടോ കേവലം ചില രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലൊരു ലാഘവത്തിൽ സംസാരിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്നതോ ആയിട്ടുള്ള ഒരു വിഷയമല്ല നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി തെരുവൊരുക്കുക എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഈ വിഷയങ്ങൾ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ അള്ളാഹുവിൻ്റെ ദീനിന്റെ മുന്നോട്ടു പോക്കിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ദീൻ ഈ ലോകത്ത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടതിനെ കുറിച്ച്, അതിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രവാചകന്മാരുടെ പോരാട്ടങ്ങളെ കുറിച്ച് ധാരാളമായി കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ. ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കിടയിൽ, പോരാട്ടങ്ങൾക്കിടയിൽ, തൗഹീദിന്റെ മുന്നോട്ടു പോക്കുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങൾക്കിടയിൽ അതിന് വിഘാതം നിൽക്കുന്ന സാമൂഹിക അതിക്രമങ്ങളെ കുറിച്ച് പടച്ചറബ് സൂചിപ്പിച്ചിടത്ത് പരിശുദ്ധ ഖുർആനിൽ ഇന്ന ശിർക ലദുൽമുൻ അളീം എന്ന് പറയുന്ന ഒരു പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു തആല നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അളീമായിട്ടുള്ള, ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും വലിയ ദുൽമെന്താണ് എന്ന് ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശിർക്ക് അളീമായിട്ടുള്ളൊരു ദുൽമായി, ഏറ്റവും മോശപ്പെട്ട ഒരു അതിക്രമമായി, അക്രമമായി വിശുദ്ധ ഖുർആനിൽ പടച്ചവൻ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കേവലം ഒരു വിഗ്രഹാരാധനയുടെ ഒരു വിഷയമായിട്ട് മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുകയില്ല. നേരെ മറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തുമായി ബന്ധപ്പെട്ട്, തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവാചകന്മാർ പണിയെടുത്തിടത്തൊക്കെയും ഏതു തരത്തിലുള്ള ഒരു ശിർക്കിനെതിരെയാണ് ഈ പ്രവാചകന്മാർ പോരാടിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ കൃത്യമായി
വംശീയമായി മനുഷ്യന്മാരെ വേർതിരിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തെ സ്ഥാപിച്ചെടുക്കുന്ന ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ശിർക്ക് എന്ന് പറയുന്ന സംവിധാനം ഈ പ്രവാചകന്മാരുടെ ഒക്കെയും കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ നമ്രൂദ് എന്ന് പറയുന്ന രാജാവിന്റെ സിസ്റ്റം മുതൽ ഫറോവയുടെ സിസ്റ്റത്തിലും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുറൈശികൾ അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന സാമൂഹിക ക്രമത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പൊതുവായ രൂപം എന്ന് പറയുന്നത് ഇതാണ്. ശിർക്കിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും അടിത്തറവാകിയിട്ടുള്ള ഒരു സാമൂഹിക ക്രമം, വംശീയമായി മനുഷ്യന്മാരെ തരംതിരിക്കുന്ന, വംശീയമായി മനുഷ്യന്മാരുടെ മേൽ അധികാരം സ്ഥാപിക്കുന്ന, ആ അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് സകലവിധ അക്രമങ്ങളെയും അനീതികളെയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ക്രമങ്ങളെ, ശിർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക ക്രമങ്ങളെ ഈ പ്രവാചകന്മാരുടെ ഒക്കെയും കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകന്മാരൊക്കെയും നീതിയുടെ വാഹകരായിക്കൊണ്ട് നീതിക്കു വേണ്ടി, നീതിയുടെ സ്ഥാപനത്തിനു വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ പ്രവാചകന്മാർക്കെതിരെ ഉയരുന്ന വെല്ലുവിളികൾ, ആ പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങളെ മറികടക്കാൻ വേണ്ടി ശിർക്കിന്റെ വക്താക്കൾ ഉപയോഗിക്കുന്ന വാചകം നമുക്ക് കാണാൻ കഴിയുക, ഇവർ പാരമ്പര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നു. ഈ പ്രവാചകന്മാരായിട്ടുള്ള ആളുകൾ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർക്കെതിരെ സംസാരിക്കുന്നു, നമ്മളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തള്ളിപ്പറയുന്നു. വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പാരമ്പര്യത്തെയും പൂർവ്വപിതാക്കന്മാരെയും ഒക്കെ തള്ളിപ്പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസാചാരങ്ങളുടെ കീഴിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള അനീതിയിലും അതിക്രമത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹിക ക്രമമാണ് ഈ കാലങ്ങളിൽ രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു അനീതിക്കെതിരെ, അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോ ആ അനീതിക്കെതിരെ സംസാരിക്കുന്ന സംസാരങ്ങൾ എന്നുള്ളതിനെ മറികടക്കാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമായി വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് പാരമ്പര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ദ്രോഹികൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഒരു ചാപ്പകുത്തൽ പ്രവാചകന്മാർക്കെതിരെ തന്നെയും എല്ലാ കാലങ്ങളിലും നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ചാപ്പകുത്തുന്നതിലൂടെ സംഭവിക്കുന്നത് ബഹുഭൂരിഭാഗം വരുന്ന ഈ പാരമ്പര്യങ്ങളിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമൊക്കെ അന്ധമായി വിശ്വസിച്ചു പോന്നിരുന്ന ഒരു ജനസമൂഹത്തിന്റെ ശത്രുതക്ക് ഇരയാക്കാൻ വേണ്ടി ഈ സാമൂഹിക ക്രമത്തിന്റെ ആളുകൾക്ക് പെട്ടെന്ന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുയർത്തുന്ന എല്ലാവിധ അക്രമങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള വംശഹത്യ രാഷ്ട്രീയത്തെയും ഒക്കെ അവിടുത്തെ ഒരു ജനസമൂഹത്തിന്റെ ഒരു പൊതുസമ്മതിയായിട്ടുള്ള ആവശ്യങ്ങളായി മാറുന്നു. നമുക്ക് കാണാൻ കഴിയും, എല്ലാ പ്രവാചകന്മാരും ഏകദേശം ഒരേപോലെ നേരിട്ടിരുന്ന ഒരു വെല്ലുവിളിയായിരുന്നു, ഒന്നുകിൽ നിങ്ങളെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലും, അതല്ലെങ്കിൽ നിങ്ങൾ ഈ നാട് വിട്ടുപോകണം, അതുമല്ലെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഈ 3 ഓപ്ഷനുകൾ അല്ലാതെ നീതിയുടെ സംസാരത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ, വിശ്വാസത്തെ, പ്രബോധനത്തെ ഈ മണ്ണിൽ സാധിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്ന ഒരു വെല്ലുവിളി ഈ പറയപ്പെട്ട എല്ലാ പ്രവാചകന്മാരും പൊതുവിൽ നേരിട്ടിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സമാനമായ ഒരു സാഹചര്യം നിലവിൽ ബാബരിയുടെ, ഗ്യാൻവാപ്പിയുടെ, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിന്റെ ഒക്കെയും പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സാമൂഹിക അവസ്ഥയെ പഠിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ബാബരിയുടെ അവകാശവാദങ്ങളെ കുറിച്ച് സംഘപരിവാർ സംഘടനകൾ ഇന്ത്യ രാജ്യത്ത് അവരവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോ, ഗ്യാൻവാപ്പിക്കുമേൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോ, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനുമേൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോ, ഈ രാജ്യത്ത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ കഴിയും, ഈ രാജ്യത്ത് ഒരു വംശീയമായ വ്യവസ്ഥയെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തൊരു ശിർക്കിലധിഷ്ഠിതമായ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും ആചാരങ്ങളെയും ഈ പറഞ്ഞിട്ടുള്ള ഒരു വംശഹത്യ അതല്ലെങ്കിൽ ഒരു വംശീയ രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ബാബരിക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങളിൽ ഉന്നയിക്കുന്നത് എന്താണ് നമുക്കറിയാം. വളരെ കൃത്യമായി നിരന്തരമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിഷയമാണ്. ബാബർ എന്ന് പറയുന്നത് രാമന്റെ ജന്മഭൂമിയാണ് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെയാണ് അവിടെ സ്ഥാപിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് രാമന്റെ ജന്മഭൂമിയാണ്. അതുകൊണ്ട് രാമന്റെ ജന്മഭൂമിയിൽ വേണ്ടത് ബാബരി മസ്ജിദ് അല്ല, രാമക്ഷേത്രമാണ്.
എന്ന് പറയുന്ന ഒരു വാദം അവരുന്നയിക്കുകയാണ്. അതേപോലെ തന്നെ ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട വാദം എന്താണ്? ഗ്യാൻവാപ്പി മസ്ജിദിന് തൊട്ടടുത്തുള്ള കാശി ശിവക്ഷേത്രത്തിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ടാണ് ഗ്യാൻവാപ്പി മസ്ജിദ് ഉണ്ടായത്. അതുകൊണ്ട് ഗ്യാൻവാപ്പി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം, പ്രദേശം അത് ഭഗവാനായ ശിവന് അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് ചേർത്ത് വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദുമായി ബന്ധപ്പെട്ട അവകാശവാദം എന്താണ്? മധുര എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലത്തുണ്ടാകേണ്ടുന്നത് ശ്രീകൃഷ്ണ മന്ദിരമാണ്, മസ്ജിദ് അല്ല. ഇങ്ങനെ വിശ്വാസത്തോട് ചേർത്ത് വെക്കുന്ന ഒരു വാദം നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്തോടും പാരമ്പര്യങ്ങളോടും ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ള സംസാരങ്ങളെ, വിശ്വാസങ്ങൾക്കെതിരെയുള്ള അതിനെതിരെയുള്ള സംസാരങ്ങളെ, പാരമ്പര്യങ്ങൾക്കെതിരെയുള്ള അതിനെതിരെയുള്ള സംസാരങ്ങളെ ആചാരങ്ങൾക്കെതിരെയുള്ള സംസാരങ്ങളാക്കി വളരെ എളുപ്പത്തിൽ ചിത്രീകരിക്കാനും അതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നീതിയുടെ വക്താക്കന്മാർക്കുമേൽ ദേശദ്രോഹത്തിന്റെയും അതേപോലെ തന്നെ പാരമ്പര്യങ്ങളെ തള്ളിപ്പറയുന്നവർ എന്ന് പറയുന്നതിന്റെയും അതേപോലെ തന്നെ കലാപത്തിന് ശ്രമിക്കുന്നവരെന്ന് പറയുന്നതിന്റെയും അതേപോലെ തന്നെ ഇവിടെ ഭീകരവാദത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെന്ന് പറയുന്നതിന്റെയും ഒക്കെ ചാപ്പകൾ അടിച്ചേൽപ്പിക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വളരെ കൃത്യമാണ്. എങ്ങനെയാണ് ബാബരിയുടെ, ഗ്യാൻവാപ്പിയുടെ, ഷാഹീദ് മസ്ജിദിന്റെ ഒക്കെയും രാഷ്ട്രീയത്തിലൂടെ അതിന്റെ മേലുള്ള അവകാശവാദങ്ങളിലൂടെ വംശീയതയുടെയും വംശഹത്യയുടെയും ഒരു രാഷ്ട്രീയത്തെ RSSഉം സംഘപരിവാർ സംഘടനകളും ഹിന്ദുത്വ സംഘടനകളും ഒക്കെ ഇവിടെ എളുപ്പത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ബാബരി അയോധ്യ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്തുടനീളം സംഘപരിവാർ സംഘടനകൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു സംഗതി, ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിലൂടെ, ബാബരി മസ്ജിദ് പൊളിച്ചു നീക്കുന്നതിലൂടെ സാധ്യമാകേണ്ടത് വൈദേശികമായി ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള സകല സംവിധാനങ്ങളുടെയും അവശിഷ്ടങ്ങളെ കഴുകിക്കളയുക എന്ന് പറയുന്ന ഒന്നാണ് ഇന്ത്യ രാജ്യത്ത് നടക്കേണ്ടത് എന്നുള്ളത് സംഘപരിവാർ സംഘടനകളുടെ ഒരു വാദമായിരുന്നു. വൈദേശികമായി കടന്നു വന്ന സംവിധാനങ്ങളുടെ, വിശ്വാസങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നുള്ളതിന്റെ പ്രതീകമായി ബാബരി മസ്ജിദിനെ സ്ഥാപിക്കുമ്പോ അതിലൂടെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തെ അവശിഷ്ടങ്ങളാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തോട്, ഇന്ത്യ രാജ്യത്ത് വംശീയതയിൽ അധിഷ്ഠിതമായി രൂപീകരിക്കപ്പെട്ട ഒരു വിശ്വാസ സംഹിതയോട് എതിരു നിൽക്കുന്ന, അതിന്റെ മഹിതമായ പാരമ്പര്യത്തെ കളങ്കപ്പെടുത്തുന്ന, അതിന്റെ അവശിഷ്ടങ്ങളായി, മാലിന്യങ്ങളായി ഈ രാജ്യത്ത് നിലകൊള്ളുന്ന ഒരു ജനവിഭാഗമാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വംശീയതയുടെ രാഷ്ട്രീയം. വളരെ കൃത്യമായി RSS അയോധ്യ രാഷ്ട്രീയത്തിലൂടെ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അവശിഷ്ടങ്ങളെ തുടച്ചു കളയണമെന്ന് പറയുന്നതിലൂടെ കേവലം പള്ളിയുടെ തകർച്ചയെ കുറിച്ച് മാത്രമല്ല സംഘപരിവാർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ബാബരി മസ്ജിദിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ, ഈ രാജ്യത്തെ അവശിഷ്ടങ്ങളായി തുടരുന്ന മുസ്ലിങ്ങളെ മുഴുവൻ ഈ രാജ്യത്തു നിന്ന് തുടച്ചു നീക്കണമെന്ന് പറയുന്ന വംശഹത്യയുടെ ഒരു രാഷ്ട്രീയമാണ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ കൊടുത്ത ഹർജികളിൽ, ആ ഹർജി കൊടുത്ത ഹർജിക്കാരന്റെ ആവശ്യങ്ങള്, 3 ആവശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഗ്യാൻവാപ്പി സമുച്ചയം മുഴുവൻ അത് ക്ഷേത്രഭൂമിക്ക് വേണ്ടി വിട്ടുകൊടുക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഗ്യാൻവാപ്പി മസ്ജിദ് പൊളിച്ചു കളയണമെന്നുള്ളതാണ്. കേവലം ഒരു ബിൽഡിങ്ങിനുമേലുള്ള, കേവലം ഒരു മണ്ണിനുമേലുള്ള അവകാശവാദം മാത്രമാണ് ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എങ്കിൽ ഈ 2 കാര്യങ്ങളിൽ അവസാനിക്കേണ്ടുന്ന ഹർജിയിൽ 3-മതൊന്നായി ഗ്യാൻവാപ്പി മസ്ജിദിന്റെ ചുറ്റും താമസിക്കുന്ന മുസ്ലിങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്ന് പറയുന്ന ഒരു ആവശ്യം കൂടി എങ്ങനെയാണ് ആ ഹർജിയിൽ കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ, അതെന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ഉത്തരമാണ് നേരത്തെ പറഞ്ഞതുപോലെ, ഇത് കേവലം മണ്ണിന്റെ മേലുള്ള അവകാശവാദമോ ബിൽഡിങ്ങിന്റെ മേലുള്ള അവകാശവാദമോ ക്ഷേത്രത്തിന്റെ മേലുള്ള അവകാശവാദമോ എന്നതിനപ്പുറം കൃത്യമായ വംശഹത്യയുടെയും വംശീയതയുടെയും ഒരു രാഷ്ട്രീയം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നേരത്തെ പറഞ്ഞതുപോലെ ബാബരി മസ്ജിദ് പൊളിക്കുക എന്ന് പറഞ്ഞാൽ, ഗ്യാൻവാപ്പി മസ്ജിദ് പൊളിക്കുക എന്ന് പറഞ്ഞാൽ, ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് പൊളിക്കുക എന്ന് പറഞ്ഞാൽ, മെഹ്റോളി മസ്ജിദ് പൊളിക്കുക എന്ന് പറഞ്ഞാൽ, ഉത്തരാഖണ്ഡിലെ മദ്രസകളും പള്ളികളും പൊളിച്ചു നീക്കുക എന്ന് പറഞ്ഞാൽ, അതിങ്ങനെ തുടർന്ന് നമ്മൾ സാധാരണ സംസാരിക്കുന്നത് പോലെ 3000-ഓളം പള്ളികളുടെ ലിസ്റ്റ് സംഘപരിവാർ സംഘടനകളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്.
ഇങ്ങനെ 3000-ഓളം പള്ളികൾ പൊളിച്ചു നീക്കുക എന്നതിലൂടെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തിന്റെ വംശീയ ഉന്മൂലനത്തിലേക്കുള്ള മുന്നോട്ടു പോക്കാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിലൂടെ സംഘപരിവാർ ഈ രാജ്യത്ത് സ്ഥാപിച്ചെടുക്കുന്ന, സംഘപരിവാറിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ, ജനങ്ങളുടെ മനസ്സിലേക്ക് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ കൊടിയ അപകടകരമായ മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗം ഇവിടെ വളർന്നു വന്നത്, ഇവിടെ നിലനിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ പാരമ്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും തകർത്തുകൊണ്ടാണ്. ഈ രാജ്യത്തെ ധാരാളക്കണക്കിന്, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളെ തകർത്തുകൊണ്ടാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ പള്ളികൾ ഉണ്ടാക്കിയത്. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസത്തെ സ്ഥാപിച്ചത്. ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പാരമ്പര്യം ഉണ്ടായത് രാജ്യത്തെ ഹൈന്ദവ പാരമ്പര്യത്തിന്റെ അടയാളങ്ങളെ തകർത്തുകൊണ്ടാണ് എന്ന് പറയുന്ന മറ്റൊരു ചരിത്രപരമായ ഒരു കള്ളം കൂടി, തികഞ്ഞ അനീതിയിൽ അധിഷ്ഠിതമായ ഒരു വാദം കൂടി പ്രചരിപ്പിച്ചുകൊണ്ടാണ് സംഘപരിവാർ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വംശീയതയുടെ ഈ ഒരു രാഷ്ട്രീയത്തിനെതിരെ വളരെ കൃത്യമായി തന്നെ തെരുവിൽ സജീവമായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലൂടെ, സമരങ്ങളിലൂടെ SIO സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ RSS വളരെ കൃത്യമായി അവരുടെ ആചാരങ്ങളെ, വിശ്വാസങ്ങളെ, പാരമ്പര്യങ്ങളെ എങ്ങനെയാണ് വംശീയതയുടെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് ഈ രാഷ്ട്രീയത്തിനെതിരെയുള്ള മുന്നോട്ടു പോക്കിൽ വളരെ കൃത്യമായ പാതയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൂടിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഷിർക്ക് എന്ന് പറയുന്നത് ഒരു കൊടിയ അനീതിയായി, ഷിർക്ക് എന്ന് പറയുന്നത് ഒരു കൊടിയ അക്രമമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഐതിഹ്യങ്ങളും മിത്തുകളും ഒക്കെ എങ്ങനെയാണ് ചരിത്രത്തെ നിർമ്മിക്കുന്നതിനു വേണ്ടി സംഘപരിവാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ കൂടി കഥകൾ നമുക്ക് കാണാൻ കഴിയും. കാശിയിലെ ശിവക്ഷേത്രം ഗ്യാൻവാപ്പി മസ്ജിദ് ഉണ്ടാക്കിയതിനും ശേഷം മാത്രമാണ് നിർമ്മിക്കപ്പെട്ടത്. എന്നിട്ട് പോലും കാശിയിലെ ശിവക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള മണ്ണിലാണ്, കെട്ടിടം തകർത്തിട്ടാണ് ഗ്യാൻവാപ്പി മസ്ജിദ് ഉണ്ടാക്കിയത് എന്നുള്ള വാദത്തെ ഉന്നയിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു ചരിത്രം ഇത് അതിനും ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് വിക്രമാദിത്യൻ സ്ഥാപിച്ച ക്ഷേത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ ശിർക്കിലധിഷ്ഠിതമായ വിശ്വാസങ്ങളെ, പാരമ്പര്യങ്ങൾ, ആചാരങ്ങളെ ചേർത്തു വെച്ചുകൊണ്ട് വംശീയതയുടെയും വംശഹത്യയുടെയും ഒരു രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടായിരിക്കുമ്പോ, സംഘപരിവാർ സംഘടനകൾ അതിനെ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടായിരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രൊജക്റ്റിനെ മാത്രമല്ല നമ്മൾ എടുത്തു പറയുകയും, ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രൊജക്റ്റിനെ മാത്രമല്ല നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുകയും ചെയ്യേണ്ടത്, നേരെ മറിച്ച് ആ ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രൊജക്റ്റിനെ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തിയോളജിയെ കൂടി, ഒരു ദൈവശാസ്ത്രത്തെ കൂടി, ഐതിഹ്യങ്ങളുടെയും മിത്തുകളുടെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും പിൻബലത്തിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന, സ്ഥാപിച്ചിട്ടുള്ള മിത്തുകളെയും തിയോളജിയെയും കൂടി എടുത്തു പറയുമ്പോഴും ചേർത്ത് പറയുമ്പോഴും ശിർക്കിലധിഷ്ഠിതമായി രൂപീകരിക്കപ്പെട്ട ഈ വംശീയതയുടെ രാഷ്ട്രീയത്തിനെതിരെ തൗഹീദിന്റെ, നീതിയുടെ രാഷ്ട്രീയത്തിന്റെ മണ്ണിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാൻ കഴിയുമ്പോഴും മാത്രമാണ് വളരെ കൃത്യമായി ഈ രാഷ്ട്രീയത്തിനെതിരെ പ്രക്ഷോഭങ്ങളുടെ, നീതിയുടെ തെരുവൊരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുക എന്നുള്ളത് കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. സമാപിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നേരത്തെ പറഞ്ഞതുപോലെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട സംഗതികളെ, സംവിധാനങ്ങളെ, വ്യവഹാരങ്ങളെ മതേതരത്വവുമായി ചേർത്തു വെക്കുന്ന ധാരാളം വായനകൾ നമ്മൾ കാണാറുണ്ട്. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ പൊളിഞ്ഞതിനെ കുറിച്ച് മതേതരത്വത്തിന്റെ താഴികക്കുടങ്ങൾ എന്നാണ്, ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങളെ മതേതരത്വത്തിന്റെ താഴികക്കുടങ്ങൾ എന്നാണ് സാധാരണ വിശേഷിപ്പിക്കാറ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ബാബരി മസ്ജിദ് മതേതരത്വത്തിന്റെ താഴികക്കുടങ്ങൾ എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ ഒരു കപടതയുടെ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതിനെ നമ്മൾ തിരിച്ചറിയണം. ബാബരി മസ്ജിദ് എങ്ങനെയാണ്, ബാബരി മസ്ജിദിന്റെ മിനാരങ്ങൾ എങ്ങനെയാണ് മതേതരത്വത്തിന്റെ താഴികക്കുടങ്ങളാവുക? ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. മസ്ജിദ് എന്ന് പറയുന്നത്
മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ആരാധനകളും നടക്കുന്ന ഒരു സ്ഥലമാണ്, നടക്കേണ്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ബാബരി മസ്ജിദും ബാബരി മസ്ജിദിന്റെ മിനാരങ്ങളും മതേതരത്വത്തിന്റെ അടയാളങ്ങളും മതേതരത്വത്തിന്റെ താഴികക്കുടങ്ങളുമല്ല, അത് മതത്തിന്റെ ചിഹ്നങ്ങളും മതത്തിന്റെ ഷായിറുകളുമാണ് എന്ന് പറയുന്നിടത്ത് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, അത് മതേതരത്വത്തിന്റെ താഴികക്കുടങ്ങളാണ് എന്ന് പറയുമ്പോ അതിലൂടെ മറ്റൊരു സംഗതി കൂടി ഇതേ മതേതരത്വത്തിന്റെ വക്താക്കൾ പറഞ്ഞത്, ഇതിനെ സംരക്ഷിക്കേണ്ടത് മതേതരത്വത്തിന്റെ ചുമതലയാണ്. മതത്തിന്റെ ആളുകളായിട്ടുള്ള നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ബാബരി മസ്ജിദ് പോലെയുള്ള ഒരു പൊള്ളുന്ന രാഷ്ട്രീയ ഭൂമികയിൽ ഇറങ്ങിയാൽ, അതിന്റെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാൽ, അതിനുവേണ്ടി ചോദ്യങ്ങൾ ചോദിച്ച് സമരഭൂമിയിൽ ഇറങ്ങിയാൽ ഇവിടെ കലാപങ്ങൾ ഉണ്ടാകും, ഇവിടെ സംഘടനകൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മതേതരത്വത്തിന്റെ ആളുകൾ ഇത് സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു വാദം കൂടി മതേതരത്വത്തിന്റെ താഴികക്കുടം എന്ന് പറയുന്ന മനോഹരമായ വിശേഷണങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു. പക്ഷെ 1992 മുതൽ 2019 സുപ്രീം കോടതിയുടെ വിധി വരുന്നതുവരെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ വക്താക്കളുടെ ബാബരി മസ്ജിദിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ എന്തൊക്കെയാണ്, ബാബരി മസ്ജിദിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ബാബരി മസ്ജിദിനു വേണ്ടി ആത്മാർത്ഥമായ ഒരു ചോദ്യത്തിന്റെ പോലും പ്രതിനിധാനം ഈ മതേതരത്വത്തിന്റെ വക്താക്കളിലൂടെ നമുക്ക് കാണാൻ കഴിയില്ല എന്നിടത്താണ് മതേതരത്വത്തിന്റെ അടയാളമെന്ന മതേതരത്വത്തിന്റെ താഴികക്കുടമെന്ന കപടത നിറഞ്ഞ വിശേഷണങ്ങൾക്കപ്പുറം മതാരാധനയുടെ ചിഹ്നമായ ബാബരി മസ്ജിദിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ബാബരി മസ്ജിദ് അടക്കം ഇന്ത്യ രാജ്യത്ത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, തകർക്കാൻ വേണ്ടി സംഘപരിവാർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 3000-ലധികം പള്ളികളുടെ സംരക്ഷണത്തെ കുറിച്ച് ഈ ഇന്ത്യ രാജ്യത്തിന് ഏതോ ഒരു മതേതര സംഘം ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടി വരും എന്നൊരു വ്യാമോഹവുമായി വെറുതെ ഇരിക്കുന്നവരായി നമ്മൾ മാറിയാൽ, വെറുതെ ഇരിക്കുന്നവരായി നമ്മൾ മാറുകയും ആ 3000 പള്ളികളിലേക്ക് ബുൾഡോസറുകളും ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളും കയറി ചെല്ലുകയും ചെയ്യുന്നത് നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇടനിലക്കാരുടെ, മധ്യവർത്തികളുടെ ആവശ്യമില്ല എന്നുറക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട പള്ളികളുടെ അതിന്റെ സംരക്ഷണം, അതിന്റെ നിലനിൽപ്പ്, എല്ലാത്തിനും ഉപരി ഈ പള്ളികളൊക്കെയും പ്രതിനിധീകരിക്കുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന്റെ ബാധ്യത അത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോടതികൾ തന്നെയും ഇവിടെ നിയമങ്ങൾ സാധ്യമാക്കേണ്ട, നിയമങ്ങളെ പരിരക്ഷിക്കേണ്ട കോടതികൾ തന്നെയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോ ആ കോടതികളിൽ പോലും ഇനി വിശ്വാസം ഉന്നയിച്ചുകൊണ്ട് കോടതികളിലൂടെ എന്തോ ഒരു നീതി പുലരുമെന്ന് പറയുന്ന വ്യാമോഹങ്ങളിലും അടയിരുന്നു പോകാതെ നീതിയെ ഇനി സ്ഥാപിച്ചെടുക്കാൻ കഴിയുക, നീതിയെ ഇനി നീതി പുലരുന്നൊരു പുലരിക്ക് അതിനെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി എപ്പോഴാണ് നമുക്ക് സാധ്യമാവുക എന്ന് ചോദിച്ചാൽ അത് തെരുവിലുള്ള പ്രക്ഷോഭങ്ങളിലൂടെയാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലുടനീളം നമുക്കതാണ് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും അവസാനം NRCയും CAAയും ഒക്കെ ഇനിയും കൊണ്ടുവരും എന്ന് സംഘപരിവാറിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അത് പ്രഖ്യാപിച്ചൊരു ഘട്ടത്തിൽ അത് മുന്നോട്ട് പോകാൻ കഴിയാത്തതിനെ തടഞ്ഞു നിർത്തിയത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനോ ഇവിടുത്തെ കോടതി സംവിധാനങ്ങൾക്കോ നിയമത്തെ പരിരക്ഷിക്കുമെന്ന് അവകാശപ്പെടുന്ന ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കോ അല്ല, അത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ CAA NRCക്കെതിരെ തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചപ്പോഴാണ്. എന്നതുപോലെ തന്നെ സംഘപരിവാറിന്റെ വംശഹത്യ രാഷ്ട്രീയത്തെ, വംശീയ രാഷ്ട്രീയത്തെ, ശിർക്കിലധിഷ്ഠിതമായ ഈ രാഷ്ട്രീയത്തെ തടഞ്ഞു നിർത്താൻ, പള്ളികൾ പുനഃസ്ഥാപിക്കാൻ, പള്ളികൾ വീണ്ടും നിർമ്മിക്കാൻ, ബാബരി മസ്ജിദിന്റെ മിനാരങ്ങളിൽ വീണ്ടും തക്ബീർ അലികൾ മുഴക്കാൻ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ തെരുവിലിറങ്ങിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് മാത്രമേ, രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് മാത്രമേ, രാഷ്ട്രീയമായ പ്രതിനിധാനങ്ങൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് വീണ്ടും ഓർത്തുകൊണ്ട് ഈ പോരാട്ട ഭൂമിയിൽ നിലകൊള്ളാൻ മുഴുവൻ വിശ്വാസി സമൂഹത്തോടും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പരിപാടി സമാപനം കുറിക്കുന്നതായി ഇവിടെ അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ ഒത്തുചേർന്നിട്ടുള്ള, പരിപാടി വിജയിപ്പിക്കുന്നതിനു വേണ്ടി കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും SIOവിന്റെ എല്ലാ അഭിവാദ്യങ്ങളെയും അർപ്പിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.